സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു അടുത്ത ടോപ്പിക്കായിട്ട്. വല്ലാണ്ട് ലാഗായിപ്പോയില്ലേ. നമ്മൾ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് നാട്ടിൽ പോയി, ഒരു 6 monthsോളം നാട്ടിൽ നിന്നു. അപ്പോൾ അവിടെ കുറച്ച് അതുകൊണ്ടാണ് കുറച്ച് ലാഗായത്. ഇനിയിപ്പം പെട്ടെന്ന് ക്ലാസ്സസ് വരും കേട്ടോ. അപ്പോൾ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എൻ്റെ കൂടെ സ്ലോ ആവരുത്, സ്പീഡായി തന്നെ പോകണം. കാരണം +1 ടോപ്പിക്ക് തീർത്തിട്ട് നമുക്ക് എൻട്രൻസിന് പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അതുകൊണ്ട് നന്നായിരുന്നു പഠിക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറേ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലേ. ഇന്ന് പറയാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും ഞാൻ പറയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, ഏത് ടോപ്പിക് എടുക്കുമ്പോഴും അല്ലേ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു 3 മാർക്ക് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യം. ഏതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്? യെസ്, ബോർ ആറ്റം മോഡൽ. ഏതാണ്? ബോറിൻ്റെ ആറ്റോമിക് മോഡൽ. നമ്മൾ റൂദർഫോർഡിൻ്റെ മോഡൽ പഠിച്ചു. റൂദർഫോർഡിൻ്റെ മോഡൽ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതിൽ കുറേ ഡ്രോബാക്ക് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ. ഓർമ്മയില്ലേ റൂദർഫോർഡ് പറഞ്ഞ മോഡൽസിന് എന്തൊക്കെ ഡ്രോബാക്ക് ആയിരുന്നു? മറന്നവർ ഒക്കെ ഒന്ന് ബുക്ക് എടുത്ത് നോക്കിക്കേ. എന്താ വെച്ചാൽ ഇലക്ട്രോൺസ് റിവോൾവ് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് ഓർബിറ്റാന്നൊക്കെ സർക്കുലർ ഓർബിറ്റിലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എന്ത് പറഞ്ഞില്ല, അവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു അവിടുത്തെ ഒരു വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ സ്റ്റെബിലിറ്റി പറഞ്ഞില്ല. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി കുറഞ്ഞു വരുമെന്ന്. അങ്ങനെ കുറഞ്ഞു വരുമായിരുന്നെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വീണ് പോകുമായിരുന്നു, ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ആർക്ക് പറയാൻ പറ്റിയില്ല? നമ്മുടെ റൂദർഫോർഡിനും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാ വന്നിരിക്കുന്നു ബോർ ആറ്റോമിക് മോഡൽ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചോളൂ, എന്താണ് ബോർ ആറ്റം മോഡൽ. ഈ ക്ലാസ് മാത്രം തറവാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം. ക്ലാസ് ശ്രദ്ധിക്കുക. പിന്നെ നോട്ട്സ് എനിക്കില്ലേ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ നോട്ട്സ് എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കുറേ ഫോമുലാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോമുല കറക്റ്റായിട്ട് എനിക്ക് ആ സബ്സ്ക്രിപ്ഷൻ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ എൻഡിങ്ങിൽ നോട്ട്സ് ചെയ്ത് വെക്കേണ്ട, അതെന്തായാലും എഴുതി വെച്ചേക്കുക കേട്ടോ. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോർ ആറ്റം മോഡൽ, ദ ഫസ്റ്റ് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇപ്പം തന്നെ പഠിച്ചു പോകും കേട്ടോ. ദി ഇലക്ട്രോൺ ഇൻ, അപ്പം ഈ ബോർ ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, കൺസിഡർ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ബോറിൻ്റെ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഹി എക്സ്പ്ലെയിൻ ദി മോഡൽ ഓഫ് ആറ്റം ഓൺ ദ ബേസിസ് ഓഫ് ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടാണ് ബോർ ആറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ദ ഫസ്റ്റ് പോയിന്റ്, the electrons in the hydrogen atom can move around the nucleus in a circular path of fixed radius and energy. നമുക്കറിയാം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? പ്രീവിയസ് മോഡൽസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. പക്ഷേ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 2 വേർഡ്സ് ഉണ്ട്. ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രോജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ഇത് നമ്മുടെ റൂദർഫോർഡിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫിക്സഡ് എനർജിയാണ്, ഫിക്സഡ് റേഡിയസ് ആണുള്ളത്. ആ പോയിന്റ് ഇദ്ദേഹമാണ് എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചത്. സോ എന്താണ്? ദ ഇലക്ട്രോൺസ് ഇൻ ദ ഹൈഡ്രോജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ആൻഡ് ദീസ് circular path through which the electrons are revolving are known as orbits, stationary state or allowed energy state. എന്താണ് ഇദ്ദേഹം പറഞ്ഞു? ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി, ആൻഡ് ദീസ് എനർജി ലെവൽസ് ഓർ ദീസ് path through which the electrons are revolving are known as orbits, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്, അല്ലെങ്കിൽ allowed energy states. ഇനി ഓർബിറ്റ്സ് ആർ അറേഞ്ച് കോൺസെൻട്രിക്കലി. കോൺസെൻട്രത് സർക്കുലർ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ദീസ് ഓർബിറ്റ്സ് ഓർ ദീസ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്
ആർ നമ്പേർഡ് ആസ്, ഇനി ഓരോ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്, അതിന് ചുറ്റും ഞാൻ പറഞ്ഞു എന്തുണ്ട്, എനർജിയുടെ സ്റ്റേറ്റ് ആണ്. ഒരിക്കലും വിചാരിക്കരുത് ന്യൂക്ലിയസിന് ചുറ്റും ഈ സർക്കുലർ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. അല്ല, അതൊരു എനർജി സ്റ്റേറ്റ് ആണ് കേട്ടോ. അല്ല നിങ്ങളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വര ഇട്ടിരിക്കുന്നത്. ഒരിക്കലും ന്യൂക്ലിയസിന് ചുറ്റും ഒരു വര ഇട്ടിട്ട് സർക്കിൾ, ഒരു വര ഇട്ടിട്ട് സർക്കിൾ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇറ്റ്സ് എൻ എനർജി സ്റ്റേറ്റ് ആണ്. അപ്പം ഈ ഓരോ എനർജി സ്റ്റേറ്റ്സ് ആർ നമ്പേർഡ് ആസ് n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, and these numbers are known as, or these integral numbers are known as principal. ഞാൻ 1 2 3 4 പോയിന്റ്സ് മിക്സ് ചെയ്തിട്ട് ഒറ്റ പോയിന്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറേ വാരി വലിച്ച് പഠിക്കേണ്ട. ഇതിലെല്ലാ കാര്യം നമ്മൾ പഠിച്ച് പ്രിൻസിപ്പൽ, കോണ്ടന്റ് നമ്പേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കോണ്ടന്റ് നമ്പേഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് ഇപ്പം തന്നെ എല്ലാവരും കണ്ണുകൂട്ടി പഠിച്ചോളൂ. ദ ഇലക്ട്രോൺസ് റിവോൾവ് റൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ഇൻ ദ ഹൈഡ്രോജൻ ആറ്റം മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ആൻഡ് these path through which the electrons are revolving are known as orbit stationary states or allowed energy states. Orbits are arranged concentrically, and these orbits are numbered or these orbits are numbered as n is equal to 1, 2, 3, 4, and these are known as principal quantum numbers. First point മനസ്സിലായല്ലോ, very easy മനസ്സിലായി. ഇനി സെക്കൻഡ്, ഇതാണ് അവിടെ റൂതർഫോർഡിനും പറയാൻ പറ്റാത്തൊരു പോയിന്റ്. The energy of electron in these orbital does not change with time. ഇതായിരുന്നു നമ്മുടെ റൂതർഫോർഡിന് പറയാൻ പറ്റാതിരുന്നത്, അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. കാരണം എനർജി ചേഞ്ച് ആവുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇപ്പം എന്താണ് ദി എനർജി ഓഫ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ദി എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഓർബിറ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, അപ്പോൾ ഒരു ഓർബിറ്റിൽ ഇപ്പം ഹൈഡ്രജൻ ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഇലക്ട്രോണ് ഓർബിറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് 5 സെക്കൻഡിൽ ഒരു എനർജി, അടുത്ത 5 സെക്കൻഡിൽ ഒരു എനർജി, അങ്ങനെയില്ല. ദി എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതിൻ്റെ എനർജി അവിടെ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സംശയം വരും, എനർജി ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ, എപ്പോഴാണ് എനർജി ചേഞ്ച് ചെയ്യുക ഇലക്ട്രോണിന്? എനർജി ചേഞ്ച് ഉണ്ട് എപ്പം? വെൻ ദ ഇലക്ട്രോൺ ഗെറ്റ്സ് ആൻ എനർജി, അതിനൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കിട്ടണ സമയത്ത്, എനർജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എബ്സോർബ് ചെയ്യണ സമയത്ത് ഇറ്റ് വിൽ എബ്സോർബ് ദ റേഡിയേഷൻ. എബ്സോർബ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ എബ്സോർബ് ദ റേഡിയേഷൻ ആൻഡ് ഇറ്റ് വിൽ ജംപ് ഫ്രം one orbit to the other orbit. ഓർമ്മയുണ്ടല്ലോ, വെൻ ആൻ ഇലക്ട്രോൺ എബ്സോർബ് എനർജി, അല്ലെങ്കിൽ അതിന് എവിടുന്നെങ്കിലും ഒരു എനർജീനെ കിട്ടണ സമയത്ത്, നമ്മൾ ചൂടാക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണ സമയത്തോ, ഇറ്റ് വിൽ എബ്സോർബ് ദ എനർജി ആൻഡ് മൂവ് ഫ്രം വൺ ഓർബിറ്റ് ടു ദി അതർ ഓർബിറ്റ്. അങ്ങനെ അവിടെ പോയി വെറുതെ ഇരിക്കുമോ? അത് കിട്ടി, അത് സെക്കൻഡ് എനർജി ലെവലിൽ പോയി. സോ ഇറ്റ് വിൽ ഹാവ് എ ടെൻഡൻസി ടു കം ബാക്ക് ടു ഇറ്റ് ഒറിജിനൽ സ്റ്റേറ്റ് ബൈ റിലീസിങ്, അല്ലെങ്കിൽ റിലീസ് ചെയ്തുകൊണ്ട് അത് തിരിച്ച് അതിൻ്റെ ഈ ഓർബിറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. ആ സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജി ഉണ്ട്. അല്ലാതെ ഒരു ഓർബിറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജിയിൽ ഒരു ചേഞ്ചും ഇല്ല. എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് വെൻ ഇറ്റ് എബ്സോർബ് റേഡിയേഷൻ ഇറ്റ് വിൽ മൂവ് ഫ്രം വൺ ഓർബിറ്റ് ടു ദി അതർ ഓർബിറ്റ് ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്. അത് തിരിച്ചു വരും. ഇപ്പം അതിന് കിട്ടിയ എനർജീനെ തന്നെ പുറത്തേക്ക് വിട്ടിട്ട് അത് തിരിച്ച് അതിൻ്റെ ഓർബിറ്റിലേക്ക് വരും. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ്? ദി എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, ബട്ട് ദ ഇലക്ട്രോൺ ജംപ് ഫ്രം വൺ ഓർബിറ്റ് ടു ദി അതർ ഓർബിറ്റ് വെൻ ഇറ്റ് എബ്സോർബ് എ പെർട്ടിക്കുലർ റേഡിയേഷൻ ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് നോർമൽ ഓർ ഇറ്റ്സ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഓർബിറ്റ് ബൈ റിലീസിങ് ദി എബ്സോർബ്ഡ് എനർജി. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി എന്താണ് തേർഡ് പോയിന്റ് എന്ന് നോക്കാം. ഇത് നമ്മൾ പഠിച്ചതാട്ടോ. ഇനി ദ ഫ്രീക്വൻസി ഓഫ് എനർജി നമുക്കറിയാം. അതായത് ഇത് ഒരു ഓർബിറ്റിൽ നിന്ന് ഒരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു എനർജി എബ്സോർബ് ചെയ്തിട്ട്. അപ്പം ഇനി അടുത്ത റൂള്, ദ ഫ്രീക്വൻസി ഓഫ് എനർജി എബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അലൈൻമെൻറ്റ് ബാമറൊക്കെ പറയുന്ന സമയത്ത്. ദ ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻസി ഓഫ് എനർജി എബ്സോർബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് ദിസ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ, അതായത് ഒരു എനർജി സ്റ്റേറ്റും വേറെ എനർജി സ്റ്റേറ്റും തമ്മിൽ ഈ ഇലക്ട്രോൺ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടുന്ന സമയത്ത് എത്ര ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അത് എബ്സോർബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ
ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇക്വേഷനാണ് ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ? അതിൻ്റെ എന്താണ് ഇ ബൈ എച്ച് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഫ്രീക്വൻസി കിട്ടി. അപ്പം ദ ഫ്രീക്വൻസി ഓഫ് എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി ബൈ എച്ച്. എച്ച് നിങ്ങൾക്ക് അറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓർ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി. അതായത് E1 എന്ന് പറഞ്ഞ എനർജി സ്റ്റേറ്റും E2 എന്ന് പറഞ്ഞ എനർജി സ്റ്റേറ്റ് ഉണ്ട്. എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർബിറ്റ്. അപ്പോൾ E1 നിന്ന് E2ലേക്ക് ജമ്പ് ചെയ്തു, അല്ലെങ്കിൽ E2 നിന്ന് E1ലേക്ക് തിരിച്ചു വന്നെങ്കിൽ എത്ര ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എമിറ്റ് ചെയ്തു എന്നുള്ളത് E2 മൈനസ് E1 എനർജി ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റൽ മൈനസ് എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റൽ ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ആൻഡ് ദിസ് rule is known as Bohr's frequency rule. Explain or write Bohr's frequency rule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the frequency of energy absorbed or emitted between when the electron transition takes place between two energy states is given by the equation nu is equal to delta E by H or E2 minus E1 by H, and this is known as Bohr's frequency rule. 3 പോയിന്റ് പഠിച്ചില്ല. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ചിന്തിക്കുക. ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. വെറുതെ എവിടെയെങ്കിലും പോയി റിവോൾവ് ചെയ്യല്ലോ. ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് in a circular path of fixed radius and energy, and this is known as orbit, stationary state or allowed energy states, and each energy states are given a number is equal to n is equal to 1 2 3 4, and these numbers are known as principal quantum number. അപ്പോൾ സെക്കൻഡ് വൺ എന്തായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്? ഇനിയിപ്പോൾ അവർ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണിനെ പറ്റി പറയാം. ദ ഇലക്ട്രോൺസ് in the orbit does not, the energy of the electron in the orbit does not change with time. ചേഞ്ച് ചെയ്യുന്നുണ്ട് എപ്പോഴാണ്? when they absorb a particular amount of radiation or when they emit a particular amount of radiation. The frequency, ഇനി അടുത്തത് എനർജിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞു. ഇനി എത്ര ഫ്രീക്വൻസി ഓഫ് എനർജി? The frequency of energy absorbed or emitted is given by the equation nu is equal to delta E by H, and this rule is known as Bohr's frequency rule. 3 പോയിന്റ് തറോ ആയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എനർജീനെ കുറിച്ച് പറഞ്ഞു, ഫ്രീക്വൻസിനെ കുറിച്ച് പറഞ്ഞു, ഓർബിറ്റ്സിനെ പറ്റി പറഞ്ഞു. ഇത് 3 പോയിന്റ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മൊമെൻറ്റത്തെ കുറിച്ച് പറയാണ്. അപ്പോൾ നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം അല്ലേ? an object which is moving along in a linear path, it will be having a moment which is given by mass into velocity അല്ലേ? P is equal to mass into velocity. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫിസിക്സിന് ക്ലാസ് കാണുന്നുണ്ടാവും. 11th 12th നല്ലൊരു ചാനലുണ്ട്, മായാസ് ക്ലാസ് റൂം. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നല്ല ക്ലാസ്സാണ്. കാരണം എന്നെ പോലെ ഒന്നുമല്ല, അപ് ടു ഡേറ്റ് ആയിട്ട് ടോപ്പിക്ക് തരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. നല്ല ചാനലാട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. മായാസ് ക്ലാസ് റൂം നല്ല ഫിസിക്സ് ക്ലാസ്സാണ്. അപ്പം അത്യാവശ്യത്തിന് ഞാനും ഫിസിക്സിലെ ഡൗട്ട് നോക്കുക. മായാസ് ക്ലാസ് റൂം നല്ല ക്ലാസ്സാണ്. അപ്പം ഒരു മൊമെൻറ്റം ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്ത് ഉണ്ട് അല്ലേ? സർക്കുലർ പാത്ത് ഉണ്ട്. അപ്പം ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് സർക്കുലർ പാത്ത് ആയതുകൊണ്ട് അതിനൊരു മൊമെൻറ്റം ഉണ്ടാവും. നമ്മൾ ഈ സർക്കുലർ, അതായത് അങ്ങനെയുള്ള മൊമെൻറ്റത്തിന് നമ്മൾ എന്താ പറയുക? അത് കോൺസെൻട്രിക് സർക്കിൾ ആയതുകൊണ്ട് അതിന് ലീനിയർ മൊമെൻറ്റം എന്നല്ല പറയുക, ആങ്കുലാർ മൊമെൻറ്റം എന്നാണ് പറയുക. എന്താ പറയുക? ആങ്കുലാർ മൊമെൻറ്റം. സോ ദ ആങ്കുലാർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ mvr is equal to nh by 2pi. ഇനി ആങ്കുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് ഇലക്ട്രോൺസ് ഓർബിറ്റ്സിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ മൊമെൻറ്റം ദാറ്റ് ഇസ് നോൺ ആസ് ആങ്കുലാർ മൊമെൻറ്റം. ദി ആങ്കുലാർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ mvr is equal to nh by 2pi. എന്താണ്? അതായത് മാസ്, വെലോസിറ്റി, റേഡിയസ് ഇസ് ഈക്വൽ ടു n. n എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 4. അത് ഏതാണ്? നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ദ ലീനിയർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിൽ, അതായത് ഫസ്റ്റ് ഓർബിറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഓർബിറ്റ് ഉണ്ടാവും, തേർഡ് ഓർബിറ്റ് ഉണ്ടാവും, ഫോർത്ത് ഓർബിറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഓർബിറ്റിന് ഓരോ ആങ്കുലാർ മൊമെൻറ്റം ആയിരിക്കുമല്ലോ. അതായത് n is equal to 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ ആങ്കുലാർ മൊമെൻറ്റം, സെക്കൻഡ് 2 3 4. അപ്പം ഇതായിരിക്കും ഒരു ഇലക്ട്രോൺ സ്റ്റേഷനറി സ്റ്റേറ്റിൽ മൂവ് ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ അതിനുള്ള ആങ്കുലാർ മൊമെൻറ്റം. ദാറ്റ് മീൻസ് ദ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റൽ വിച്ച് ഈസ് ഹാവിങ് ആൻ ആങ്കുലാർ മൊമെൻറ്റം ഓഫ്
NH/2π. ഈ ഒരു ആങ്കുലാർ മൊമെൻറ്റം ഉള്ള ഓർബിറ്റുകളിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ചുരുക്കി പറഞ്ഞാൽ. സോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് നമ്മൾ എങ്ങനെയാണ് എനർജീനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? മൊമെൻറ്റം. ദി ആങ്കുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ mvr is equal to nh/2π or n is equal to 1 2 3 4 and up to. അതെ. ഇനി അടുത്തത് വീണ്ടും ബോറ് കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ട് പറഞ്ഞു തരികയാണ്. ദ റേഡിയൈ. ഇപ്പം നമ്മൾ മൊമെൻറ്റത്തിനൊക്കെ പറ്റി പറഞ്ഞു. ഇനി ഇതിനൊരു റേഡിയസ് ഉണ്ടാവുമല്ലോ. ന്യൂക്ലിയസിന് ചുറ്റും ഈ കറങ്ങി നിൽക്കുന്ന ഓർബിറ്റ്സിന് ഒരു റേഡിയസ് ഉണ്ടാവും അല്ലേ? ദ റേഡിയൈ ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ഓർ ഗിവൺ ബൈ ദി ഇക്വേഷൻ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റൽ എന്നാണ് ഈ n എന്ന് എഴുതി കാണിക്കുന്നത് കേട്ടോ. Rn is equal to n² a0. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുമില്ല, നമുക്ക് ടെക്സ്റ്റിൽ തരുന്നില്ല. അതുകൊണ്ട് നമുക്കിതിങ്ങനെ പഠിച്ചാൽ മതി. സോ ദ റേഡിയൈ ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Rn is equal to n² a0. ഈ a0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് 52.9 pm. pm എന്ന് പറഞ്ഞാൽ എന്താ? പൈക്കോമീറ്റർ. ഇറ്റ് ഇസ് പൈക്കോമീറ്റർ. അപ്പോൾ a0ൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ Rn is equal to n² a0. അപ്പം നമുക്ക് ഫസ്റ്റ് ഓർബിറ്റലിൻ്റെ റേഡിയൈ കാണുന്നത് എങ്ങനെയാണ്? R1 is equal to 1² into 52.9 പൈക്കോമീറ്റർ or R1 is equal to 52.9 പൈക്കോമീറ്റർ. R2 എന്തായിരിക്കും? R2 is equal to 2². R2 എന്ന സെക്കൻഡ് ഓർബിറ്റലിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? നമുക്കറിയാം, റേഡിയസ് കൂടിക്കൂടിയിട്ടല്ലേ വരിക അല്ലേ? is equal to 2² into 52.9 പൈക്കോമീറ്റർ. അപ്പം ഇനിയിപ്പം എക്സാമിന് ചോദിക്കാം, ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് ദ തേർഡ് എനർജി ഓർ ഓർബിറ്റ്. തേർഡ് ഓർബിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ഫോർമുലയാണ്. R1 is equal to R2 is equal to ഇത് കണ്ടുപിടിച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ എനർജീനെയൊക്കെ കുറിച്ച് പറഞ്ഞു. ഇനി എനർജി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ വേണ്ടേ? സോ ദ എനർജി ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്, അതായത് ഓരോ ഓർബിറ്റ്സിനും ഓരോ എനർജിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നമുക്ക് തന്നെ അറിയാം എന്താണ് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്ക് എനർജി കുറവ്, പിന്നുള്ള ആൾക്ക് കൂടുതൽ, പിന്നെ കൂടുതൽ, പിന്നെ കൂടുതൽ, പിന്നെ കൂടുതൽ, അങ്ങനെയാണല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു ഇലക്ട്രോൺ ഇവിടെ കിടക്കുകയാണെങ്കിൽ അത് എനർജി അബ്സോർബ് ചെയ്തതിന് ഇത് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യും. എങ്ങോട്ട്? സെക്കൻഡ് ഓർബിറ്റിലേക്ക്. സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ബോറടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? എനിക്കിനി വേണ്ട, ഞാൻ ആ എനർജി ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം ഓർബിറ്റിലേക്ക് പോയാൽ മതി എന്ന് വെച്ചിട്ട് അത് ആ എനർജി കളഞ്ഞാലേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അത് വീണ്ടും ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരും. സോ ഓരോ ഓർബിറ്റിനും ഓരോ എനർജിയാണ്. ദി എനർജി ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്, En. ഈ n ഒക്കെ താഴെ കേട്ടോ, En സബ്സ്ക്രിപ്റ്റാണ്. അപ്പം En is equal to -RH. മൈനസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ മൈനസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പോലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ എനർജി ഓഫ് ദി nth ഓർബിറ്റൽ ഇസ് ഗിവൺ ബൈ -RH into 1/n². RH is Rydberg constant and it is 2.18 into 10 raised to -18 joule. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വേറെ ഒരു സ്ഥലത്ത് Rydberg constant, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താ? 2.18 into 10 raised to -18 joule. So energy of the stationary state is given by the equation En is equal to -RH into 1/n². ഇനി നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കും, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ്, ഏറ്റവും വലിയ എന്ത് പറ്റിപ്പോയത് ചിലറിയോ, ഞാൻ ഡസ്റ്റർ എടുക്കാൻ മറന്നുപോയി, ഡസ്റ്റർ വാങ്ങാനും മറന്നുപോയി. അപ്പോൾ നമുക്ക് തൽക്കാലം പേപ്പറും തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡസ്റ്റർ വാങ്ങട്ടെ. അപ്പോൾ എന്താ നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി എനർജി ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ ഈ മൈനസ് ഇല്ല കേട്ടോ, മൈനസിന് അവിടെ ഞാൻ ഒഴിവാക്കി വെച്ചു തൽക്കാലം. എക്സാമിന് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു RH. RHൻ്റെ വാല്യൂ അറിയാം, അത് അവിടെ നിന്നോട്ടെ, ഞാനത് നോക്കുന്നില്ല. ഇൻറ്റു 1/1². അപ്പോൾ E1 is equal to RH/1². ഒരു വാല്യൂ കിട്ടി. E2 എന്ന് പറയുന്നത് RH/2². എത്രയാ? RH/4. അപ്പം നിങ്ങൾക്കറിയാം താഴത്തെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള വാല്യൂ കുറയും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതായത് ആണ് 1/4 ആണ്, ഈസ് ഈക്വൽ ടു 1/8 ആണെങ്കിൽ താഴത്തെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള വാല്യൂ വാല്യൂ കുറയും. അങ്ങനെയാണെങ്കിൽ E1-നേക്കാളും E2-ൻ്റെ വാല്യൂൻ്റെ എന്ത് പറ്റും? E2-ൻ്റെ വാല്യൂ കുറയും അല്ലേ? E1 എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഫസ്റ്റ് ഓർബിറ്റാണ്, E2 എന്ന് പറയുന്നത് സെക്കൻഡ് ഓർബിറ്റാണ്. അപ്പോൾ ഇത് കിട്ടാൻ നിങ്ങൾ എനർജി നോക്കുക. E1 is equal to, ഞാൻ ഈ RH ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല കേട്ടോ, വാല്യൂ RH into 1/1² that is equal to 1RH.
ഇനി ഞാൻ ഇതിന് 1/2² RH എന്ന് കൊടുക്കുന്നത് ഏകദേശം 0.25 RH കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 1 RH അല്ലേ എനർജി വരുന്നത്. സെക്കൻഡ് ഷെല്ലിൽ പറയുന്നത് 0.25 RH. ഇങ്ങനെയാണോ നമ്മൾ പഠിച്ച്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എനർജീനെ പറ്റി പഠിച്ച ഷെല്ലിന് അല്ലെങ്കിൽ ഓർബിറ്റിൽ? ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്ക് എനർജി കുറവായിരിക്കും, പിന്നെ വരുന്ന ആൾക്ക് എനർജി കൂടി കൂടി കൂടി. പക്ഷേ ഈ ഇക്വേഷൻ നോക്കൂ, 1 RH സെക്കൻഡ് ഷെല്ലിന് 0.25 ആണ്, കുറവാണ്. അപ്പോൾ കൺസെപ്റ്റ് തെറ്റിയില്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയും നോക്കൂ, -1 RH ആണോ -0.25 RH ആണോ വലുത്? ഞാൻ പറഞ്ഞു അതൊക്കെ അറിയണമെങ്കിൽ അത്യാവശ്യം ബേസിക് മാത്സ് അറിയണം. -1 -2 -3 ഇതിലാരാ വലുത്? -1 അല്ലേ? ഇതിൽ വലുത് -1 അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നെഗറ്റീവ് വാല്യൂവിൽ ഇമ്പോർട്ടൻസും ഗ്രേറ്ററും കാര്യങ്ങളൊക്കെ. അതൊന്നും ഞാൻ ഡെപ്ത് പോകുന്നില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, -1 RH ആണ്, -0.25 RH. അപ്പോൾ ആരാ അതിൽ വലുത്? -0.25 RH. അതെങ്ങനെയാണ് ശരിക്കും? 0.25 × 2.18 × 10⁻⁻18 ജൂളാണ്. ഇത് -2.18 × 10⁻⁻18 ജൂൾ. അപ്പോൾ മനസ്സിലായോ നെഗറ്റീവിൻ്റെ ആ ഒരു നെഗറ്റീവ് സൈനിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ നോട്ട്സ് ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റിൽ തരുന്നുണ്ട്. ആ ലാസ്റ്റിൽ നിങ്ങൾ കാണാം കേട്ടോ. നെഗറ്റീവ് വാല്യൂവിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അത് ബോർ തിയറി എഴുതുമ്പോൾ എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾ നെഗറ്റീവ് വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി കേട്ടോ. പോയിന്റ്സ് നമ്മളിപ്പോൾ പഠിച്ചു. നമ്മൾ ഫസ്റ്റ് ആദ്യം 3 പഠിച്ചു, ഇതാ വീണ്ടും 3. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? ഞാൻ ഓരോ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടുകൂട്ടുക, എന്നിട്ട് ഞാൻ പഠിച്ചോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഓർബിറ്റ് എന്ന്. അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ആണ്. അവിടെ നിൽക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി മാറിക്കൊണ്ടിരിക്കുന്നില്ല. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ആ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ absorbed or emitted is given by the equation. Bohr's frequency rule ആയിരുന്നു. പിന്നെ നമ്മൾ മൊമെൻറ്റത്തിനെ പറ്റി പറഞ്ഞു. ദി ആംഗുലർ മൊമെൻറ്റം ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ mvr = nh/2π. ദ റേഡിയസ് ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പം മൊമെൻറ്റം കണ്ടുപിടിച്ചു, പിന്നെ റേഡിയസ് പറയാണ്. റേഡിയസ് ഇസ് ഗിവൺ ബൈ rn = n²a0. ആൻഡ് ദി എനർജി ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? -rh × 1/n². ഇത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കി വെക്കാം. അപ്പം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്കാണ്. എന്താണ് ലാസ്റ്റ് പോയിന്റ്? ദ ബോർ തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ്. അപ്പോൾ ഈ ബോർ കൊണ്ടുവന്ന തിയറി ഹൈഡ്രജൻ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. വേറെ ഒരാളെയും കൺസിഡർ ചെയ്തില്ല. ഹി കൺസിഡർ ഓൺലി ദ ഹൈഡ്രജൻ ആറ്റം. സോ ബോർ തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ദി അയോൺസ് കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ. ഇനി ബോറിൻ്റെ തിയറി ആപ്ലിക്കബിൾ ആണ് ആർക്കൊക്കെ? ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്, പിന്നെ ഹൈഡ്രജനെ പോലത്തെ ആൾക്കാർ. എങ്ങനെ? ഹൈഡ്രജൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഹൈഡ്രജന് ആകെ 1H1 അല്ലേ? ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? 1 ഇലക്ട്രോൺ. ആറ്റോമിക് നമ്പർ 1 ആണ്. ആറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ 1 പ്രോട്ടോൺ അല്ലേ? പ്രോട്ടോൺ ഒന്ന്. അപ്പോൾ എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതേപോലത്തെ ആൾക്കാർക്ക് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ബോർ തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ദി അയോൺസ് കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ ഉള്ള ഒരേ ഒരാൾ ഹൈഡ്രജൻ ആണ്. പിന്നെ കുറേ അയോൺസ് ഉണ്ട്. ആരൊക്കെയാണ്? He+. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ് കേട്ടോ, ആറ്റോമിക് നമ്പർ. അപ്പോൾ 2 ഇലക്ട്രോൺ. അപ്പോൾ He+ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 ഇലക്ട്രോൺ ഇസ് ലോസ്റ്റ്. അപ്പോൾ അതിൻ്റെ കയ്യിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോൺ. ലിത്തിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ Li2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പോയപ്പം അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 2. ബെറീലിയം, ഇറ്റ് ഈസ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം. 4 ആണ് ആറ്റോമിക് നമ്പർ. അതിൻ്റെ അർത്ഥം അതിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 3+ എന്ന് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? 3 ഇലക്ട്രോൺ പോയി. അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. അപ്പോൾ ഈ He+, Li+, B3+ലൊക്കെ Li2+, B3+ലൊക്കെ 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ ദ ബോർ തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ദി അയോൺസ്. അയോൺസ് എന്നാൽ ദ ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസിന് അല്ലേ? അയോൺസ് കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ. He+, Li+, B3+. ഇനി അവരെ എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് പറഞ്ഞപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു. ദി എനർജി ഓഫ് ions containing 1 electron is given by the equation En = energy. ഞാൻ പറഞ്ഞു മൈനസ് മറന്നേക്കല്ലേ, -2.18. ഈ 2.18 എന്തായിരുന്നു? നമ്മുടെ റിഡ്ബർഗ് കോൺസ്റ്റന്റ്. 2.18 × 10⁻⁻18 ഇൻറ്റു Z²/n². ഈ Z എന്താ? അറ്റോമിക് നമ്പർ. കാരണം ഓരോ ആറ്റത്തിനും ഓരോ അറ്റോമിക് നമ്പർ അല്ലേ. ഇപ്പം ഹൈഡ്രജന് 1 ആണ്, ഹീലിയത്തിന് എന്താണ്?
2 ആണ്, ലിത്തിയം 3 സ്ക്വയർ, ബെറീലിയം 4 സ്ക്വയർ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ. ഇനി റേഡിയസിനും, അതായത് ഇതേപോലത്തെ ആറ്റത്തിനുണ്ട് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Rn = 52.9 n സ്ക്വയർ ഡിവൈഡഡ്, നമ്മൾ നേരത്തെ A0 n സ്ക്വയർ പഠിച്ചില്ലേ, അത് തന്നെയാണ് A0 n സ്ക്വയർ. അതിൻ്റെ താഴെ എന്തുകൂടെ ഇട്ട് കൊടുക്കുക, സെഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയൈ ഓഫ് ദീസ് ആറ്റംസ്, ഈ ആറ്റത്തിൻ്റെ റേഡിയൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കിട്ടും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മുടെ ബോർ പറഞ്ഞിരിക്കുന്നത്, ബോറിൻ്റെ ആറ്റം മോഡലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഓർത്ത് ഇനി ഞാൻ പറയുന്നില്ല, കുറേ തവണ ഇതന്നെ എന്താ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോറിൻ്റെ ആറ്റമിലെ മോഡലിലുള്ളത്. അപ്പം പാവം ബോർ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴും വരും വേറെ കുറേ ആൾക്കാർ, ഇതിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഇല്ലേ, നീ ഇത് ചെയ്തു അല്ലേ, പക്ഷെ നീ അതൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും വീണ്ടും വരും, അത് ചെയ്തില്ലല്ലോ എന്നുണ്ട്, അതായിരിക്കും നമ്മുടെ മിസ്റ്റേക്ക്. അതേപോലെ തന്നെ ബോർ കാര്യമായിട്ട് ഇത്രയൊക്കെ ഫോർമുലയൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നു അടുത്ത ആൾക്കാർ, നിങ്ങളിതൊക്കെ ചെയ്തു അല്ലേ, എന്നാലും നിങ്ങളിൽ കുറേ ഡ്രോബാക്ക് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? വെരി ഇമ്പോർട്ടൻറ്റ്, വീണ്ടും ഞാൻ പറഞ്ഞു വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. ഇനി ബോറിൻ്റെ മോഡൽ ചോദിച്ചില്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം തന്നെ പഠിച്ചു പോയിക്കോളൂ. അപ്പോൾ ഫസ്റ്റ് ഡ്രോബാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പോഴേ പറഞ്ഞു ദ ബോർ കൺസിഡർ ഹൈഡ്രജൻ ആറ്റം അല്ലേ, ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. വേറൊരു ആറ്റത്തിനെ കുറിച്ചിട്ടും ബോർ അവിടെ പറഞ്ഞില്ല, പറഞ്ഞു അയോൺസിനെ കുറിച്ച്, ഹൈഡ്രജനെ പോലത്തെ ആൾക്കാരെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. സോ ദ ഫസ്റ്റ് പോയിന്റ്, the Bohr's model cannot explain the atomic spectra of atoms containing more than 1 electron. അപ്പം നമ്മൾ ഹൈഡ്രജൻ്റെ സ്പെക്ട്രയ്ക്ക് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെങ്കിലും the atoms having more than 1 electron, അതായത് ലിത്തിയം, ബെർലിയം, ബോറോൺ പോലത്തെ ആറ്റങ്ങളുടെ അതായത് മോർ ദാൻ 1 ഇലക്ട്രോൺ ഉള്ള ആറ്റങ്ങളുടെ അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ബോറിൻ്റെ തിയറി. ദ തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി അറ്റോമിക് സ്പെക്ട്ര ഓഫ് ആറ്റംസ് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ. സിമ്പിൾ അല്ലേ, നമ്മൾ പഠിക്കുമ്പോഴേ പറഞ്ഞു ഹൈഡ്രജനെ പോലത്തെ ഹൈഡ്രജൻ ആറ്റം എന്നൊക്കെ. അപ്പോൾ ഹൈഡ്രജനെ പോലെ അല്ലാത്ത ഒരു ആറ്റത്തിൻ്റെയും സ്പെക്ട്രയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി അദ്ദേഹത്തിന് 2 മെയിൻ സംഭവങ്ങൾ കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമൻ എഫക്റ്റ്. അധികം നമുക്ക് കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ സ്പെക്ട്ര പറഞ്ഞല്ലോ, ഇങ്ങനെ സ്പെക്ട്ര, ലൈൻ സ്പെക്ട്രയൊക്കെ പറഞ്ഞാൽ, ഈ സ്പെക്ട്രേനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലോ വെക്കണ സമയത്ത്, അതായത് നമ്മൾ വരുന്ന സോഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ഉണ്ടല്ലോ, ആ സോഴ്സിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വെക്കുമ്പോൾ ഈ സ്പെക്ട്ര വീണ്ടും ഫൈനായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. എഗെയിൻ ഇറ്റ് ഗെറ്റ് സ്പ്ലിറ്റഡ്. ദാറ്റ് ഈസ് the spectra in the presence of electric or magnetic field, it again gets splitted into fine, അതായത് വീണ്ടും ഫൈൻ ആയിട്ടുള്ള സ്പെക്ട്രാസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? ദാറ്റ് ഈസ് വെൻ ദ സോഴ്സ് ഓഫ് സ്പെക്ട്രം ഇസ് present in the presence of a electric or magnetic field, the spectral line further split up into number of lines, and this property cannot be explained by ബോർ മോഡൽ. അപ്പോൾ അതിൽ 2 എഫക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോൺ ആസ് സ്റ്റാർക്ക് എഫക്റ്റ്, ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് നോൺ ആസ് സീമൻ എഫക്റ്റ്. മനസ്സിലായോ? അതായത് സ്പെക്ട്രൽ ലൈൻ ഇലക്ട്രിക്കിലോ മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുന്ന സമയത്ത് അത് വീണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്യും. ആ പ്രോപ്പർട്ടി ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? ബോറിന്. ആ 2 പ്രോപ്പർട്ടിക്കും പേരുണ്ട്. അതായത് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോൺ ആസ് സ്റ്റാർക്ക് എഫക്റ്റ്, ആൻഡ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് spectral lines in the presence of magnetic field is known as Zeeman effect. ഇത് 2 പഠിച്ചാൽ നിങ്ങൾ എക്സാം ഹാളിൽ അയ്യോ ഏതായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് കൺഫ്യൂഷൻ വരും. പക്ഷെ നമുക്ക് വരില്ല. സ്റ്റാർ എപ്പോഴാണ് കത്തുക? സ്റ്റാർ നമ്മൾ ഇലക്ട്രിസിറ്റി പ്ലഗ് കുത്തിയാലല്ലേ സ്റ്റാർ കത്തുള്ളൂ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ സീമൻ എഫക്റ്റ്. എളുപ്പമല്ലേ? ഇനി തെറ്റില്ലല്ലോ. എന്താണ് സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും? അതായത് സ്റ്റാർക്ക് എഫക്റ്റ് അപ്പം തന്നെ അല്ലെങ്കിൽ സ്റ്റാർ ഇലക്ട്രിസിറ്റി വേണം. സോ ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോൺ എസ് സ്റ്റാർക്ക് എഫക്റ്റ്, ആൻഡ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് splitting up of spectral lines in the presence of magnetic field is known as Zeeman effect. അവിടെ ആലോചിക്കാൻ കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ Zeeman effect, മാഗ്നറ്റിക് ഫീൽഡ്. ഇനി തെറ്റില്ലല്ലോ.
അതാണ് സെക്കൻഡ് പോയിന്റ്. സോ ദ Bohr theory could not explain Zeeman effect and Stark effect. So what is meant by Stark effect? The splitting up of spectral lines in the presence of electric field and the splitting up of spectral lines in the presence of magnetic field is known as Zeeman effect. Then it was not able to explain the ability of atoms to form molecule. അതായത് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിൻ്റെ മോഡലിന് പറ്റിയില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, yes, and the last point is his theory was not in accordance with Heisenberg's uncertainty principle. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നു പോയിന്റ്സ്? This theory can explain only hydrogen and hydrogen-like atoms, and it was not able to explain the atomic spectra of atoms containing more than one electron. The Bohr theory was not able to explain electric field, Stark effect and Zeeman effect, and it was not able to explain the stability of atoms to form molecule, and it was against the principle of Heisenberg's uncertainty principle. ഇത്രയുമാണ് ബോറിൻ്റെ തിയറിയും ബോറിൻ്റെ ലിമിറ്റേഷൻസ്. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇത് ക്ലാസ് നന്നായി കേട്ടിട്ട് എന്ത് ചെയ്യാം, ഞാനൊരു നോട്ട് തരും ഇതിൻ്റെ ലാസ്റ്റ്. എക്സ്പ്ലനേഷനിൽ തരുന്നില്ല ഞാൻ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അതിൽ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ എടുത്തു വെച്ച നോട്ട് കൃത്യമായിട്ട് അങ്ങ് തന്നു കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചോ, ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആ ടെക്സ്റ്റോടെ വായിച്ചു, ഇനി നാളെ പറയരുത് മാം അത് ഇത് മാത്രം പഠിച്ചാൽ മതി, എന്തെങ്കിലും ഒരു പോയിന്റ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്നെ കണ്ടോ അത് പഠിക്കാത്തതുകൊണ്ടെന്ന് വിചാരിക്കേണ്ട. ഇത് കഴിഞ്ഞിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കല്ലേ, അപ്പോൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. നന്നായി പഠിക്കട്ടെ. ഡൗട്ടൊക്കെ നിങ്ങൾ കമൻസിലിട്ടോളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ടൊക്കെ നമ്മൾ അതിൽ ക്ലിയർ ചെയ്യും. പിന്നെ ടെസ്റ്റ് പേപ്പർ വെക്കും. ഫസ്റ്റ് ലെസൻ്റെ ടെസ്റ്റ് പേപ്പർ ആയിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ വെക്കുന്നതായിരിക്കും. അതേപോലെ ഇതാ സെക്കൻഡ് ലെസനാണ് നമ്മുടെ അറ്റോമിക് സ്പെക്ട്രം. നന്നായി പഠിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.